ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ വരുന്നു ഒരു അലമ്പൻ വ്ളോഗ്. ദിസ് ഈസ് മൈ CB650 2025 ഈ ക്ലച്ച് അല്ലാട്ടോ, നോർമൽ വൺ. പക്ഷേ എങ്കിലും ആള് പുലിയാണ്. പുലി എന്നൊക്കെ പറയുന്ന പോലെ പുലിയാണ്. നല്ല വലിപ്പമുള്ള ടയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ബ്രേക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് ഇൻലൈൻ ഫോർ എന്താ അതിൻ്റെ ഒരു ലുക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തകർത്ത് നനഞ്ഞ് കുളമായി ചെളിയൊക്കെ പിടിച്ച് കഴുകിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഹാസ് ടു ബി ഡൺ അല്ലേ. നമ്മളുടെ ഒരു 12 ലക്ഷത്തിനടുത്ത് ഇൻക്ലൂഡിങ് ഫിക്സ്റ്റേഴ്സ് എനിക്ക് വന്ന വണ്ടിയാണ്. അപ്പോൾ കഴുകാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പം ഇനി ഇതും കൊണ്ട് ഒരു റൈഡിങ് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനുവേണ്ടി DJIയുടെ നല്ല തകർപ്പൻ സാധനം കേട്ടോ. DJIയുടെ ആക്ഷൻ പ്രോ ഓസ്മോ ആക്ഷൻ പ്രോ 5 4K വീഡിയോസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൈക്ക് അഡാപ്റ്റബിലിറ്റിക്കായിട്ട് ഞാൻ DJI മിനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ നല്ല ഒരു കാർബൺ ഫൈബർ ഹെൽമെറ്റിലേക്ക് വിച്ച് കോസ്റ്റഡ് മീ നിയർ അറൗണ്ട് 30-35 ആ റേഞ്ചിൽ ഹെൽമെറ്റിന് വന്നു. പക്ഷേ നല്ല സേഫ് ആൻഡ് സെക്യൂറാണ്, ഒട്ടും വെയിറ്റ് ഇല്ല കാർബൺ ഫൈബർ ആയതുകൊണ്ട്. അത് ഞാൻ പർച്ചേസ് ചെയ്തത് കൊസഗ്രാമിൽ നിന്നാണ്. ഐ ഗിവ് യു ദ ഡിസ്ക്രിപ്ഷൻ ലിങ്ക്. അപ്പം ബൈക്കിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ ജോബിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. സോ യു ക്യാൻ ജസ്റ്റ് കോൾ ഹിം അപ്പ് റിഗാർഡിങ് അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. ഇറ്റ്സ് ആൻ ഇൻലൈൻ 4 ബീസ്റ്റ് വിത്ത് 16 വാൽവ് 4 സിലിണ്ടർ എഞ്ചിനാണ്. ആൻഡ് യു ക്യാൻ ഈസിലി റൈഡ് ഇറ്റ്. എന്താ പറയുക, 5 കിലോമീറ്റർ സ്പീഡിലും ഓടിക്കാം, 240 കിലോമീറ്റർ സ്പീഡിലും ഓടിക്കാം. അപ്പം നമ്മളിപ്പോൾ കൊച്ചിൻ സിറ്റിയിലേക്ക്, നമ്മുടെ സുന്ദരമായ റോഡുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പടച്ചോനെ കാത്തോളി എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങാം. കാരണം കൊച്ചി സിറ്റിയിലേക്കാണ് ഈ വണ്ടിയും കൊണ്ട് പോണത്. കുഴികൾക്കൊരു വഞ്ഞവുമില്ല. ഇപ്പം എന്താകുമെന്ന് കണ്ടറിയാം. ഓക്കെ. പിന്നെ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന് യൂസ് ചെയ്ത് 2 മണിക്കൂറിന് ശേഷമാണെങ്കിൽ കോൾഡ് സ്റ്റാർട്ടിലേക്ക് പോകും. അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഏകദേശം 2000-നടുത്താണ് RPM കയറി വരിക. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് വന്ന് വണ്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കോൾഡ് സ്റ്റാർട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് കുറച്ചും കൂടി നേരം കൊണ്ട് ഉറപ്പ് വരുത്താൻ പറ്റും. കോൾഡ് സ്റ്റാർട്ടിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഏകദേശം 1 മിനിറ്റോളം സമയം നമുക്ക് കോൾഡ് സ്റ്റാർട്ടിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അതൊക്കെ മുട്ടയൊക്കെ കഴിച്ചതിൻ്റെ ആരോഗ്യത്തിന് 2 മുട്ട ഇന്ന് കുറച്ചാണ് കഴിച്ചത്. അപ്പോൾ ആരോഗ്യത്തിന് വണ്ടിക്ക് അത്യാവശ്യം 205 കിലോ വെയിറ്റ് ഉണ്ട്. എൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 5.9 ഹൈറ്റ് ഉണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള, ഇപ്പം യൂസ് ചെയ്യുന്ന പ്യൂമയുടെ ഷൂസാണ്, പൂമ എയർ. പക്ഷെ അത് നനഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ പട്ടി കയറിയ പോലെ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് നല്ല റൈഡിങ് ബൂട്ട്സ് ഒരെണ്ണം മേടിക്കുക. ഞാൻ ക്ലാൻ ഷൂസിൻ്റെ ഒരെണ്ണം മേടിച്ചിരുന്നു. പക്ഷേ അതിനുള്ളൊരു കുഴപ്പം, അത് ഇതുപോലെയുള്ള സർഫേസ്, ഇപ്പോൾ ടൈല് അങ്ങനെയുള്ള സർഫേസിൽ വെള്ളം നനഞ്ഞാൽ നല്ല ബട്ടറിൽ സ്ലിപ്പാകുന്ന പോലെ സ്ലിപ്പാകുന്നുണ്ട്. അപ്പം അതൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് നോക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ജീവിതം ട്രയൽ ആൻഡ് എറർ ആണല്ലോ. അപ്പോൾ ഏതായാലും മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കൂളൊരു ക്ലൈമറ്റ്, ഫുള്ളി സ്യൂട്ടഡ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം നമ്മളുടെ പ്രൊജക്റ്റിൽ നിന്ന് ഇനി വീട്ടിലേക്ക്, എന്ന് വെച്ചാൽ കാക്കനാട് നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ RPM ഏകദേശം ഐഡിയലായി ഒരു 1500-നും 1000-നും ഇടയിലേക്ക് സ്റ്റേബിളായി, വലിയ ഒച്ചയും ബഹളമൊന്നും കേൾപ്പിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. അപ്പം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി ലോറി തിരിക്കുന്ന പോലെ തിരിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ഇച്ചിരി കൂടുതലുണ്ട്. ചെരിഞ്ഞു കഴിഞ്ഞാൽ അർണോൾഡ് ശിവശങ്കരൻ്റെ പോലത്തെ കാലുകളിലില്ലാത്തതുകൊണ്ട്. അപ്പം പടച്ചവനെ കാത്തോളി ഇതേ തുടങ്ങി കുഴി. അപ്പം അതുമായി നമ്മളുടെ മുന്നോട്ട് പോകുകയാണ്, അല്ലെങ്കിൽ ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി കാം ആൻഡ് ക്വയറ്റ് ലൊക്കാലിറ്റി. കാക്കനാട് വാട്ടർ ലോഗിങ് ഒട്ടുമില്ലാത്ത ഏരിയകളിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പം വെരി പ്ലസൻറ്റ് ക്ലൈമറ്റ്, 24 hours നല്ലൊരു കാറ്റുണ്ട്. ഇതാ കണ്ട പാടങ്ങളൊക്കെ. ഇവിടെ ഒന്ന് കൈ കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൈ കൊടുത്താൽ വണ്ടി പറക്കും.
ഏകദേശം ഒരു 6000 RPM താഴെ CB650R ഒരു ജെൻറ്റിൽമാനാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി സ്റ്റൈലിലാണ് CB650R. ഒരു 6000 RPM താഴെ. 6000 RPM മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ആ ഫിലിമിൽ കാണുന്ന പോലെ അന്യനായി മാറും. പിന്നെ ആൾ കൈവിട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഓടിക്കുക. ആൻഡ് ആസ് ഐ ടോൾഡ്, പവർ നമുക്ക് വരുന്നത് ഏകദേശം 94 bhp ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് somewhere near around 12,000 RPM ആൻഡ് ന്യൂട്ടൺ മീറ്റേഴ്സ് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ, അത് ചെക്ക് ചെയ്ത് പറയാവുന്നതാണ്. പ്ലസ് ഇൻക്ലൂഡിങ് സ്ലൈഡേഴ്സ് ആൻഡ് നമ്മളുടെ സ്ലൈഡേഴ്സ് മീൻസ് ക്രാഷ് ഗാർഡ്സും നമ്മളുടെ റേഡിയേറ്റർ ഗാർഡ്സും കൂടി ചേർന്ന് വരുമ്പോൾ ഏകദേശം ഒരു 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ സുന്ദരിയായ ബൈക്കിന് അല്ലെങ്കിൽ സുന്ദരനായ ബൈക്കിന് നമ്മൾക്ക് ലഭ്യമായി. ആൻഡ് ആസ് ഐ ടോൾഡ്, ആ ഇൻലൈൻ 4ൻ്റെ സൗണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് അധികം കേൾക്കുന്നിരിക്കുകയല്ല, പക്ഷേ നമ്മൾക്ക് ക്ലിയറായിട്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ ആ ഇൻലൈൻ 4 വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ 4th ഗിയറിൽ നല്ല കയറ്റമാണ്, 40 കിലോമീറ്റേഴ്സ് 42 കിലോമീറ്റേഴ്സ് 40 സുഖമായിട്ടിത് ഏകദേശം ഒരു 100-120 ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് കയറിപ്പോവും. അപ്പം ശ്രദ്ധിക്കുക, 6000 RPM മുകളിലേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ അത് കൈവിട്ട കളിയാകും. ആൻഡ് ഓൺ എ മെച്യൂർഡ് ക്ലാസ്, ഇപ്പം യു ആർ നിയർ അറൗണ്ട് 40-45 ഓർ മോർ, നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു വണ്ടി വേണം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ലോ സ്പീഡിൽ സുഖമായിട്ട് ഇപ്പോൾ 2nd ഗിയറിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. പക്ഷേ 2nd ഗിയറിലും നമുക്ക് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുകളിലേക്ക് പോകുന്നതാണ്. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, ഏതായാലും ഒച്ച വലുതായിട്ടില്ലാത്തത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എക്സോസ്റ്റ്, അക്രാ പൗച്ചിൻ്റെ അക്രാ പൗച്ചിൻ്റെ സൗണ്ട് കേട്ടിട്ടുള്ളവർക്കറിയാം, അതൊരു അക്രമമായിട്ടുള്ള ഒരു എക്സോസ്റ്റാണ്. ആ എക്സോസ്റ്റ് 2 രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ളതിന് കുറച്ച് ഭേദമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മെച്യൂർഡായിട്ടുള്ള സൗണ്ടാണെന്ന് പറയപ്പെടുന്നു. അധികം അലറി കരഞ്ഞ് വിളിക്കില്ല. പക്ഷേ US സ്റ്റാൻഡേർഡ് വരുന്നത് നിലവിളിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നവരാണ്, അത് നമുക്ക് വെച്ചാൽ നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കയറി അത്യാവശ്യം നല്ല റോഡാണ്. പക്ഷേ എങ്കിലും ആസ് ഐ ടോൾഡ്, നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നില്ല പോകാനായിട്ട്. അതേ ഓട്ടോക്കാരൻ ചുമ്മാ ചാടിക്കറി വരും, നോക്ക പോലില്ല, ഹോൺ അടിച്ചാൽ സൈഡാക്കും. അതല്ലാതെ ദേ ഡോണ്ട് ലുക്ക് ബാക്ക് വാട്ട് ഈസ് കമ്മിങ്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ KSRTC ബസ് പോലത്തെ ബസ്സുകളാണ് നല്ലത്. ഇനി വീണ്ടും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് വന്ന് കയറി. ഏകദേശം 9:30 ടൈം. ഏതായാലും ടൈമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം കേട്ടോ. ഇതിൽ റെയിൻ മോഡ്സോ അങ്ങനെയുള്ള മോഡുകളൊന്നും തന്നെ ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്റ്റേബിളായിട്ടുള്ള ബ്രേക്സ്. നിസിൻ്റെ ഡ്യുവൽ ഡിസ്ക് കാലിപ്പേഴ്സോട് കൂടി ABS മൗണ്ടഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്, ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും. ഇറ്റ് ഗിവ്സ് ആമ്പിൾ ബ്രേക്കേജ്. അപ്പം നമുക്ക് സ്റ്റേബിളായിട്ട് പിടിച്ച വണ്ടി പിടിച്ചെടുത്ത് നിൽക്കും എന്ന് പറയുന്ന രീതിയിൽ. മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപി ഗംഗേനോട് പറയുന്ന പോലെ, ഗംഗേ എന്ന് പറഞ്ഞ് പേരറിഞ്ഞൊന്ന് വിളിച്ചാൽ വണ്ടി അവിടെ നിൽക്കും എന്ന് പറഞ്ഞ പോലെയാണ്. സോ അപ്പം ബ്രേക്ക് പ്രൊവൈഡർ ആർ ഓസം. ഒരു രീതിയിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതുവരെ അങ്ങനെ സ്കിഡായിട്ടുമില്ല. അപ്പം ബ്രേക്സ് ആർ ഗുഡ്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ടയേഴ്സ് ആമ്പിൾ ഗ്രിപ്പ് ഇസ് ഗിവൺ. ഫ്രണ്ട് ടയേഴ്സ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ബാക്ക് ടയേഴ്സ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആമ്പിൾ ഗ്രിപ്പ് ലഭ്യമാകുന്ന
രീതിയിലാണ് ഇതിൻ്റെ ടയേഴ്സ്. പിന്നെ മോറോവർ നേരത്തെ യൂസ് ചെയ്തിരുന്ന ചട്ടി ഹെൽമെറ്റാണ്. ചട്ടി ഹെൽമെറ്റിൽ നിന്ന് മാറി പതുക്കെ സൗമി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതേ ഷവമി എന്നാണോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഇതുവരെ അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഓടിക്കാരൻ ഇങ്ങനെ സൈഡിൽ കൂടി കയറി പോകുന്നുണ്ട്. അവൻ്റെ സൈഡിൽ കൂടി ഒന്ന് പതുക്കെ കയറിപ്പോൾ. അപ്പം കുഴികൾ അത്യാവശ്യം സീപോർട്ട് എയർപോർട്ടിൽ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അതാ കിടക്കുന്നു. അപ്പം സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി വി കാൺട്ട് എന്താ പറയുന്നത്, ഒരു മോശമായിട്ട് പറയാൻ പാടില്ല. എങ്കിലും ഇനി നമ്മൾ സെഫ്സിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി പോകുന്ന റൂട്ടിലാണ് മകനെ പാതാളക്കരണ്ടി പോലത്തെ കുഴികൾ. കാരണം അദാനി ഗ്യാസിന് വേണ്ടിയിട്ട് അവർ കുഴിച്ച കുഴിയെല്ലാം അന്ന് അത്യാവശ്യം മണ്ണിട്ട് അങ്ങ് നിരത്തി. പക്ഷേ വെള്ളം ഒഴിച്ചൊതുക്കാത്തത് കൊണ്ട് വിവരം ഇല്ലാഞ്ഞിട്ടാണോ അതേ വിവരം കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം മഴ വന്നപ്പം അതെല്ലാം അങ്ങ് താന്ന് നല്ല ഒന്നൊന്നര കുഴിയായി മാറിയിട്ടുണ്ട്. അപ്പം അതിലാകപ്പാടെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്സാണ്. അത്യാവശ്യം പിടിച്ചെടുത്ത് നിൽക്കും, അങ്ങനെ സ്കിഡായി തുടങ്ങിയിട്ടില്ല. ആൻഡ് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. കണ്ട കുഴികൾ കണ്ട. അപ്പം ഒരു വണ്ടീനെയൊക്കെ ഓവർടേക്ക് ചെയ്യുകയോ പോവുകയോ അല്ലെങ്കിൽ വണ്ടിയുടെ പുറകെ അടിച്ച് വിട്ട് 4 വീലറിൻ്റെ പുറകെ പോയിട്ട് ബ്രേക്ക് ഇടാൻ നോക്കിയാലോ ചിലപ്പോൾ പെട്ടെന്ന് നിന്നിരിക്കുകയില്ല. അപ്പോൾ ഏകദേശം പീക്ക് ടൈമാണ്, ഓഫീസ് ടൈമിൻ്റെ പീക്ക് ടൈമാണ്. മഴയെല്ലാം കഴിഞ്ഞ ആൾക്കാരൊന്ന് തകർത്ത് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ പിന്നെ DJI ആക്ഷൻ പ്രോയ്ക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക, അതിന് വോയിസ് കൺട്രോൾസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വീഡിയോ എടുക്കേണ്ട സമയത്ത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തും. എന്തോ ഒരു വണ്ടി തെന്നിപ്പോയി എവിടെയോ തട്ടിയിട്ടുണ്ട്. അപ്പം ഫർദർ നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. എത്ര സ്പീഡിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പവർ, RPMs, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് അറിയാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നാവിഗേഷൻസ് ആർ പ്രൊവൈഡഡ്. പക്ഷേ നമ്മളുടെ ഗൂഗിൾ മാപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. എങ്കിലും ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന പോലെയല്ല കാണിക്കുക. നമ്മൾ മുന്നോട്ട് പോകുമ്പം ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ. വണ്ടി നിന്ന് പോയി. 3rd ഗിയറിൽ സ്ലോ ആയി 10-ലെത്തി കഴിഞ്ഞപ്പോൾ വണ്ടി നിന്ന് പോയി. അപ്പം ആലോചിക്കുക, കിലോമീറ്റർ സ്പീഡിനനുസരിച്ച് 10-ലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് 3rd ഗിയറിൽ നിന്ന് പതുക്കെ മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ വീണ്ടും നമ്മൾ 1st ഗിയറിലെത്തിയിരിക്കുന്നു. ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ പുറകെ പ്ലെയിനിൻ്റെ സ്പീഡിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഫുള്ളി ബ്ലോക്ക്ഡ്. വണ്ടിക്ക് പവറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓടിക്കാൻ റോഡില്ല. കയറിപ്പോകാൻ പറ്റുമോ നോക്കട്ടെ. അതുപോലെ ഹീറ്റിങ് അത്ര വലിയൊരു ഇഷ്യൂ ഈ വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹീറ്റിംഗ് ഉണ്ട്, ഇല്ല എന്നല്ല, ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ നമുക്കത്ര വലിയൊരു ഹീറ്റിംഗ് ഇല്ല. അങ്ങനെ ക്രെയിനും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സൈഡിൽ കൂടി കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ദാ കുഴി. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കണ്ടോ, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇൻലൈൻ 4 ആണ് ഇത്ര. ഇൻലൈൻ 4 ഇച്ചിരിയും കൂടിയൊക്കെ സൗണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ല, നമുക്ക് റൈഡ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാവുന്നതാണ്. ഇങ്ങറ്റത്തുനിന്നുകൊണ്ട് അങ്ങറ്റം വരെ ബ്ലോക്കാണ്. എന്താകുമോ? ഇതിനേക്കാളും വലിയ ബ്ലോക്ക് NH-ലുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മുടെ പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെക്കാനായിട്ട് ഇറങ്ങിയാൽ മതിയെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്നാലും ടോൾ പിരിക്കും. ദാറ്റ് ഈസ് റിക്വയർഡ്.
നാട്ടുകാർ കുഴിയെ തെറി പറയുന്നതും ചെളി തെറി പറയുന്നതുമാണ് കേട്ടത്. ചേച്ചി പോയിക്കോളൂ 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 പോയിക്കോളൂ. സൈഡ് ഒതുക്കാൻ സ്പേസ് കിട്ടുമോ കിട്ടുമോ കിട്ടുമോ? ഒന്നാമതേ മഴ, പിന്നെ ബാക്കി മുഴുവൻ അഗാധമായ കുഴികൾ. ഓഫ് റോഡിങ്ങിന് പറ്റുന്ന ബൈക്കാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ആ കയറിപ്പോളൂ ചേച്ചി, കയറിപ്പിക്കോളൂ കയറിപ്പിക്കോളൂ കയറിപ്പിക്കോളൂ. CBR ആയിരുന്നു അപ്പോൾ ഇത്. ഐ തിങ്ക് ഇറ്റ്സ് എ റെഡ് CBR. അവനെ ഓടിക്കാൻ അറിയാവുന്നവനാ. അവൻ കയറിപ്പോയി. അല്ല, CBR അല്ല. ഓക്കെ, ബൈക്കായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഇടയിൽ കൂടി കയറിപ്പോകാം, കുത്തിത്തിരിപ്പുണ്ടാക്കാം. ഇതാ സിംഗിൾ ലൈൻ 3 ലൈൻ ട്രാഫിക്കിലേക്ക് മാറിയെന്ന് തോന്നുന്നു. അല്ല, നമ്മളിതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഇറ്റ് ഈസ് ഗുഡ്. ABS നല്ല രീതിയിലൊന്ന് പിടിച്ചു വിട്ടത് അറിയാൻ പറ്റി. പക്ഷേ ഹോണ്ടയുടെ വണ്ടികൾക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇപ്പം ജസ്റ്റ് ടു സേ യമഹ അല്ലെങ്കിൽ ട്രയംഫ് അങ്ങനെയുള്ള ബൈക്കുകളുടെയൊക്കെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, കൊതി വരുന്നുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെ എന്താ പറയുക, ഒരു എക്സ്ട്രീം ലുക്ക് കൊടുക്കുന്നുമില്ല. എന്നാൽ ആവശ്യത്തിന് ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒന്ന് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി CBR റെഡ് ഒബ്വിയസ്. അതിൻ്റെ ഒരു ലുക്ക് അപാരമാണ്. 100% എന്താ പറയണേ, അടിപൊളി ഒരു ലുക്കുള്ള വണ്ടിയാണ് CBR 650R റെഡ് കളർ. അത് ആൾക്കാർ നോക്കും. പക്ഷേ നമ്മുടെ ബ്ലാക്കി ഒച്ചയുമില്ല. എന്താ പറയണ, ഒരു ഹിഡൻ ജം. പവറുണ്ട്, സെയിം എല്ലാം ഒക്കെയാണ്, പക്ഷേ ആൾക്കാർ നോട്ടീസ് ചെയ്യില്ല. പിന്നെ എൻ്റെ ഒരു ഹെൽമെറ്റ് വെച്ചും നമ്മളുടെ ഒരു ലുക്ക് വെച്ചിട്ടും വണ്ടി ഏതാണ് എന്ന് ഒന്ന് ചോദിച്ചാൽ മാത്രമേ ആൾക്കാരത് ചോദിക്കുകയുള്ളൂ. പോലീസുകാരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ, അപ്പം എന്തോ സൗണ്ട് ഉണ്ടെന്ന് തോന്നണോ, അതെയോ എൻ്റെ ഹെൽമെറ്റും വ്ളോഗിങ് കിറ്റും എല്ലാം കൂടിയും കണ്ടിട്ട് നോക്കിയതാണോ എന്നും പറയാൻ പറ്റുകയില്ല. കുഴിയിൽ ചാടിയാൽ ചിലപ്പോൾ നമ്മളുടെ ഇൻലൈൻ 4-ൻ്റേതായിട്ടുള്ള ആ ഒരു സൈലൻസർ പൈപ്പിൽ ചിലപ്പോൾ ഒരു പ്ലിക്ക് എന്നുള്ളൊരു ഒച്ച കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതിനിപ്പോൾ ഗവൺമെൻറ് നമുക്ക് കോമ്പൻസേഷൻസ് വല്ലതും തരുകയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഐ ഫീൽ DJ ഇപ്പോഴും എണീറ്റിരിക്കുന്നു എന്ന് തോന്നുന്നു. ഹെൽമെറ്റിനകത്ത് നല്ല ചൂട്, കാരണം വിണ്ടുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി എയർ ഇൻടേക്സ് എല്ലാം തന്നെ ഞാൻ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡോക്ടർ സർ, സൈഡ് തരൂ സർ. ഇനി കുറച്ച് നേരം ഹെൽമെറ്റിൻ്റെ വൈസർ ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കാം. അപ്പം നിങ്ങൾക്ക് സൗണ്ട് കുറച്ചും കൂടിയും കിട്ടുവാൻ ചാൻസ് ഉണ്ട്. ക്രീസ് അങ്ങനെ നമ്മൾ ബൈപ്പാസിനടുത്ത് എറണാകുളം മെഡിക്കൽ സെൻറ്ററിനടുത്ത് എത്തിപ്പെട്ടു. ആൻഡ് ദ റൈഡ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. അപ്പം നിങ്ങൾ സജഷൻസ്, ഇമ്പ്രൂവ്മെൻ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുക. കാരണം വണ്ടീനെ പറ്റി പറയാൻ തുടങ്ങി, പക്ഷേ പറഞ്ഞു പോയപ്പോഴെല്ലാം റോഡിനെ പറ്റിയും കുഴിയെ പറ്റിയും ഒക്കെ ആയിപ്പോയി. അപ്പം അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺഡ്. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള റിവ്യൂ ചെയ്യാനുണ്ട്. ആൻഡ് യു ക്യാൻ ജസ്റ്റ് ലെറ്റ് മീ നോ ദ സജഷൻസ് ഓൾസോ. അപ്പോൾ then Evin Joe signing off. Take care. Bye bye. See ya.